നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കുന്നംകുളം ആർത്താറ്റ് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്ക്. ചാലിശ്ശേരി സ്വദേശിയായ 26-കാരൻ രാഹുലിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 8:30 ആർത്താറ്റ് പെട്രോൾ പമ്പിന് മുമ്പിലായിരുന്നു സംഭവം. കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് ടോറസ് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ രാഹുലിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് പ്രവർത്തകർ ഉടൻ തന്നെ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരു ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ദേവസ്വം കീഴടമായ കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 11 ദിവസങ്ങളിലായി നടന്നുവന്ന പുനഃപ്രതിഷ്ഠയും കർപ്പൂരാദി നവീകരണ സഹസ്രകലശ ചടങ്ങുകളും സമാപിച്ചു. 63 വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിൽ നടന്ന വിപുലമായ പുണ്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. പ്രധാന പ്രതിഷ്ഠയായ ശിവനു പുറമെ സ്വയംഭൂവായ ശിവനും പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ തലക്കോട്ടുകരയിൽ ഇരു പ്രതിഷ്ഠകൾക്കും പ്രത്യേകമായാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും സഹസ്ര കലശാഭിഷേകവും നടന്നത്. പൂർണ്ണമായും ഗുരുവായൂർ ദേവസ്വത്തിന്റെ മേൽനോട്ടത്തിലും ചെലവിലുമായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ജൂലൈ 8-ന് ആചാര്യവരണം, മുളയിടൽ, പ്രസാദശുദ്ധി തുടങ്ങിയ താന്ത്രിക ചടങ്ങുകളോടെ ആരംഭിച്ച ഉത്സവത്തിനാണ് ഇന്ന് ശുഭപര്യവസാനമായത്. ക്ഷേത്രം തന്ത്രിമാരായ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആലുവ തന്ത്രവിദ്യാപീഠം പ്രിൻസിപ്പാൾ പി ബാലകൃഷ്ണ ഭട്ടിന്റെ നേതൃത്വത്തിൽ പ്രമുഖ താന്ത്രിക ആചാര്യന്മാരും വൈദിക ശ്രേഷ്ഠരും ചടങ്ങുകളിൽ പങ്കാളികളായി. ക്ഷേത്ര മേൽശാന്തിമാരായ VM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ER അജിത്ത് നമ്പൂതിരി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ ക്ഷേത്രത്തിൽ വിപുലമായ പ്രസാദഊട്ട് നടന്നു. വരും ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ദർശന സൗകര്യങ്ങളും തുടരുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങുകൾ സമാപിച്ചതോടെ പുനരുദ്ധാരണ പ്രക്രിയ പൂർത്തിയായ തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രം ഇനി കൂടുതൽ ഭക്തജനത്തിരക്കിലേക്ക് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കടവല്ലൂർ കല്ലുംപുറം സെന്റർ, പാറയമ്പാടം, പോർക്കുളം റോഡ് എന്നിവിടങ്ങളിൽ അടിയന്തരമായി സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും പെരുമ്പിലാവ് സെന്റർ, അക്കിക്കാവ് ബൈപ്പാസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ കാലങ്ങളായി നിശ്ചലമായ സിഗ്നൽ ലൈറ്റുകളുടെ കേടുപാടുകൾ പരിഹരിക്കണമെന്നും തകർന്നുകിടക്കുന്ന ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും കേരള കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യോഗം കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CT പോൾ ഉദ്ഘാടനം ചെയ്തു. ജോൺസൺ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. KTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി സിറിൽ P. ജോൺ, യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജോയ് പാപ്പച്ചൻ, നിയോജക മണ്ഡലം ഭാരവാഹികളായ ഡേവിസ് ഒലക്കെങ്കിൽ, ഡേവിസ് വേലൂർ, ജസ്റ്റിൻ വേലൂർ, കേരള വനിതാ കോൺഗ്രസ് നിയോജക മണ്ഡലം കൺവീനർ ലിഷ ബിജു, മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ പ്രസംഗിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുന്നതിന്റെ സംഘാടക സമിതി യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൃഷി ഓഫീസർ ഗായത്രി രാജശേഖരൻ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് CK സുദീപ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ വാഗ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുൽഫത്ത് ബക്കർ, സൗമ്യ ധനൻ, സാബിറ അസീസ്, വിനു ജോൺസൺ, ഗംഗാധരൻ മാസ്റ്റർ, ലിയ ജോജോ, ജോൺ കാക്കശ്ശേരി, സുനിത ഉണ്ണിമോൻ, പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ വിജിത മജ്നു, അറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ്, കൃഷി അസിസ്റ്റന്റുമാരായ അജിഷ, അനിഷ, അനൂപ് എന്നിവർ സംസാരിച്ചു. കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി ഭാരവാഹികൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹിയുടെ ഓഫ് സൈഡ് എന്ന ചിത്രത്തിന്റെ പ്രദർശനം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ പ്രദർശനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഫിലിം സൊസൈറ്റി പ്രസിഡന്റും നടനുമായ VK ശ്രീരാമൻ, സെക്രട്ടറി അർഷാദ് K. റഹീം, പ്രശസ്ത സിനിമാ നിരൂപകൻ പ്രൊഫസർ ഹുക്മാൻ, ഫിലിം സൊസൈറ്റി ട്രഷറർ PS ഷാനു എന്നിവർ സംസാരിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്, അഷ്റഫ് പെങ്ങാട്ടയിൽ, C. മോഹനൻ, ജോഷി തോമസ്, സജിത് മരക്കാർ തുടങ്ങി സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രമുഖരും നിരവധി ചലച്ചിത്രാസ്വാദകരും പ്രദർശനം കാണാനെത്തിയിരുന്നു. പവർ കട്ട് ഏർപ്പെടുത്തി കേരളത്തെ ഇരുട്ടിലാക്കുന്ന UDF സർക്കാർ നടപടിക്കെതിരെ DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. കാണിപ്പയ്യൂരിലെ KSCB ഡിവിഷൻ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച യുവജന പ്രതിഷേധം
ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KA സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് KM ജിജിൽ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം PS സഹല എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സച്ചിൻ പ്രകാശ്, NS ജിഷ്ണു, KA അഖിൽ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. CPM എളവള്ളി മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ മണലൂർ ഏരിയ സെക്രട്ടറിയുമായിരുന്ന PR രാമകൃഷ്ണന്റെ 14ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPM എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എളവള്ളി മമ്മായിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷനായി. PG സുബിദാസ്, TK ചന്ദ്രൻ, TN ലെനിൻ, KM പരമേശ്വരൻ, PV അശോകൻ, TD സുനിൽ, KG മനോഹരൻ എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്കു ശേഷം ക്ഷേത്രത്തിന് പുറത്ത് മേൽശാന്തി കേശവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ഗജപൂജയും ആനയൂട്ടും നടന്നത്. കൊമ്പന്മാരായ കാളിയാർ മഠം ശേഖരൻ, പീച്ചിയിൽ രാജീവ്, കൊളക്കാടൻ ഗണപതി, പിതൃകോവിൽ പാർത്ഥസാരഥി, പിടിയാനയായ തോട്ടേക്കാട്ട് കുഞ്ഞിലക്ഷ്മി അടക്കം അഞ്ചാനകൾ കൂട്ടിൽ പങ്കെടുത്തു. നിരവധി ഭക്തജനങ്ങളാണ് വഴിപാടായി ആനയൂട്ട് നടത്തിയത്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സുദീപ് കുമാർ, സെക്രട്ടറി സഞ്ജയ് രാധാകൃഷ്ണൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി എളവള്ളി വായനശാലയുടെയും +40 സ്റ്റാർ ഫുട്ബോൾ ക്ലബിന്റെയും എളവള്ളി സാമ്പത്തികോദ്ധാരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരുന്ന കർക്കടക ഔഷധക്കഞ്ഞി വിതരണത്തിന് തുടക്കമായി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഔഷധക്കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് KR പ്രേമൻ അധ്യക്ഷനായി. ബാജി കുറുമ്പൂർ, സുധീർ എളവള്ളി, CK ബാബു, KS ശാലിനി എന്നിവർ സംസാരിച്ചു. വൈദ്യുതി വിതരണത്തിൽ UDF സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്നും പവർ കട്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും ഡിവൈഎഫ്ഐ കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിക്കാട് സെന്ററിൽ നിന്നും KSEB പെരുമ്പിലാവ് സെഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം നിധിൻ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PM ഹസൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ട്രഷറർ PV വിനോദ്, വൈസ് പ്രസിഡന്റ് രതി സതീശൻ, ജോയിന്റ് സെക്രട്ടറി MA അഭിജിത്ത്, PA യദുകൃഷ്ണ, കരിക്കാട് മേഖലാ പ്രസിഡന്റ് പ്രതീഷ് പൊറൂർ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർ GLP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. വാർഡ് മെമ്പർ ഷൈബ ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കേകാട് പോലീസ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ ജിതിൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റായി സുധീർ ചിത്തറയിൽ, വൈസ് പ്രസിഡന്റായി PK രഘുനന്ദൻ, MPTA പ്രസിഡന്റ് ഷീന സുന്ദരൻ, വൈസ് പ്രസിഡന്റ് അശ്വതി ബിബിൻ എന്നിവരെ തിരഞ്ഞെടുത്തു. യോഗത്തിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് KK ഷക്കീല, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ലോകകപ്പ് ആവേശം. ചങ്ങരംകുളം മാനവം സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ച പെനാൾട്ടി ഷൂട്ടൌട്ട് ശ്രദ്ധേയമായി. മുൻ PSC ചെയർമാൻ MK സക്കീർ ആദ്യ കിക്ക് വലയിലെത്തിച്ച് മത്സരം ഉദ്ഘാടനം ചെയ്തു. മാനവം സാംസ്കാരിക കൂട്ടായ്മ ചെയർമാൻ T സത്യൻ അധ്യക്ഷത വഹിച്ചു. 32 ടീമുകൾ പങ്കെടുത്ത ആവേശകരമായ മത്സരത്തിൽ യുണൈറ്റഡ് A ടീം 1ാം സ്ഥാനവും യുണൈറ്റഡ് B ടീം 2ാം സ്ഥാനവും നേടി. നവയുഗ മാക്കാലി 3ാം സ്ഥാനം കരസ്ഥമാക്കി. ഉദ്ഘാടന ചടങ്ങിൽ മാനവം അംഗം മൻസൂർ സ്വാഗതം പറഞ്ഞു. വിജയികൾക്ക് മാനവം ചെയർമാൻ T സത്യൻ, സ്റ്റൈലോ ബഷീർ, കരീം കോഴിക്കൽ, ജിനു മൂക്കുതല എന്നിവർ ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. പ്രശസ്ത ഗായിക S ജാനകിയുടെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് മൂക്കുതല P ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഗീത പരിപാടി ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളുടെ മാനസികോല്ലാസവും സർഗശേഷി പരിപോഷണവും ലക്ഷ്യമാക്കി എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് സംഘടിപ്പിക്കുന്ന പാട്ടാണുകൂട്ട് എന്ന സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായാണ് ജാനകിയമ്മ ആലപിച്ച അനശ്വര ഗാനങ്ങൾ അവതരിപ്പിച്ച് സംഗീതാഞ്ജലി അർപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി PTA പ്രസിഡന്റ് പ്രണവം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക KK മീനാംബിക ജാനകിയമ്മയുടെ സംഗീത ജീവിതവും ഇന്ത്യൻ ചലച്ചിത്ര സംഗീത തരംഗത്തിന് നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. പ്രിൻസിപ്പൽ CV മണികണ്ഠൻ,
ഹെഡ് മിസ്ട്രസ് CK ജീന, അധ്യാപകരായ TK ജയദേവ്, VK ആഘോഷ് കുമാർ, സംഗീത് ലാൽ, KK മീനാംബിക തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ സിനിമാറ്റിക് നൃത്താവിഷ്കാരവും പരിപാടിക്ക് മെഴിവേകി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനം കോൺഗ്രസിന്റെയും അനുബന്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ആചരിച്ചു. വിശദാംശങ്ങളിലേക്ക്. കാട്ടക്കാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ നടന്ന അനുസ്മരണം ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും കാട്ടക്കാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പ്രവാസി കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് VK മുഹമ്മദ്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് VC ലത്തീഫ്, സുനിൽ അരുവായി, NK അബ്ദുൾ മജീദ്, NM റഫീഖ്, ബിജു C ജോബ്, കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അണ്ടത്തോട് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അണ്ടത്തോട് സെന്ററിൽ നടന്ന പരിപാടി DCC ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സുഹൈൽ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രിയേഷ് അയ്യരകത്ത്, നേതാക്കളായ KP ധർമ്മൻ, മൂസ ആലത്തയിൽ, സുലൈമാൻ കർത്താക്ക, പ്രിയ ഗോപിനാഥ്, സമീറ സക്കരിയ, സുഹൈൽ മടപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ അധ്യക്ഷനായ യോഗം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PP യേശുദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ ബദുൽ സൈമൺ, സൈമൺ പാടൂർ ചാലക്കൽ, വിജിനി ഗോപി, സജീഷ് വിജയൻ, മുഹമ്മദ് കുട്ടി, സിജു പാപ്പച്ചൻ, ഉണ്ണികൃഷ്ണൻ വട്ടപ്പറമ്പിൽ, CD സൈമൺ, V വിജിനിൽ എന്നിവർ സംസാരിച്ചു. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. മുതിർന്ന ക്ഷേത്രം സേവാ സമിതി പ്രവർത്തക കോരങ്ങത്ത് മീനാക്ഷിയമ്മ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. രാമായണ മാസത്തിന്റെ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ഗണപതി ഹോമം, രാമായണ പാരായണം, ഭക്തിപ്രഭാഷണം, ഔഷധക്കഞ്ഞി വിതരണം എന്നിവയുണ്ടായി. ക്ഷേത്രം സേവാ സമിതി പ്രസിഡന്റ് KN ഷാജി, പ്രവർത്തകരായ MA ശങ്കരനാരായണൻ, ബിനേഷ് കൈതക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 16 വരെ ഗണപതി ഹോമം, ഭഗവത് സേവ, രാമായണ പാരായണം എന്നിവയുണ്ടാകും. ജൂലൈ 23 വരെ ഭക്തിപ്രഭാഷണം, ഔഷധക്കഞ്ഞി വിതരണം എന്നിവയുമുണ്ടാകും. ചരമം. ആർത്താറ്റ് പരേതനായ നെയ്യൻപറമ്പിൽ കാരിക്കുട്ടി മകൻ വാസു നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം മുനിസിപ്പൽ ക്രിമിറ്റോറിയത്തിൽ നടത്തി. രാധ ഭാര്യയും പ്രബീഷ്, പ്രജീഷ്, പ്രനീഷ് എന്നിവർ മക്കളുമാണ്. വാഗ പണിക്ക വീട്ടിൽ കാദർ മകൻ കുഞ്ഞുപ്പ എന്ന ബീരാവു നിര്യാതനായി. സംസ്കാരം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.